LIC ജീവൻ ശാന്തി എന്ന് പറയുന്ന പോളിസിയെ കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നാളെ അതായത് 22/9/2025 മുതൽ LICയിൽ നിന്ന് GST ഒഴിവായി പോവുകയാണ്. 1.8% ആയിരുന്നു നമ്മൾ സിംഗിൾ ഡെപ്പോസിറ്റിൽ GST കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നാളെ മുതൽ ഇത് 0% ആണ് GST. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യം ഈ ജീവൻ ശാന്തി എടുക്കുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് നാളെ മുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ആ ജീവൻ ശാന്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ജീവൻ ശാന്തിക്ക് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പെൻഷൻ സ്കീമിനെ കുറിച്ച് മുൻപത്തെ നമ്മുടെ പെൻഷൻ സ്കീമൊക്കെ LICയുടെ പെൻഷൻ സ്കീമിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കാര്യം പെൻഷൻ സ്കീമൊക്കെ പിൻവലിക്കാൻ പാടില്ല എന്നാണ് പറയാം. കാരണം സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് പെൻഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്ത്, അതായത് നമുക്ക് മരണം വരെ നമുക്കൊരു ഗ്യാരണ്ടി ഇൻകം കിട്ടാനായിട്ടാണ് പെൻഷൻ നമ്മൾ എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് എമർജൻസി ആവശ്യം വരുന്ന സമയത്ത്, പൈസക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് അത് പിൻവലിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പിടിക്കും. ഒരു പക്ഷേ ഒരു 80%, 85% ഒക്കെ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. ആ സമയത്ത് ജീവൻ ശാന്തിയിൽ ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നു. ജീവൻ ശാന്തിയിൽ നിങ്ങൾക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 3 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ, അത് ഡെഫർമെൻറ്റ് പീരീഡ് 3 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ 3 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പൈസ മുഴുവനായിട്ട് പിൻവലിക്കാം. ഒന്നും നിങ്ങളെ ഇതിന് പിടിക്കില്ല. എൻ്റെ പേര് ആന്റണി തോമസ്, LIC ഏജൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജീവൻ ശാന്തിയുടെ ബേസിക് കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക് കണ്ടീഷൻ ടേബിൾ നമ്പർ ഇതിൻ്റെ 758 ഈ പോളിസി തരാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. മാക്സിമം പ്രായം 79 വയസ്സാണ്. മിനിമം ഡെപ്പോസിറ്റ്സ് ഒക്കെ 1.5 ലക്ഷം രൂപയാണ്. മാക്സിമത്തിന് ഒരു ലിമിറ്റും ഇല്ല. നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് എത്ര ഉയർന്ന സംഖ്യ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഇനി ഇതിൽ ഡെപ്പോസിറ്റ് താഴെ സമയം അദ്ദേഹത്തിന് ജീവിതകാലം വേണം. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ 100 വയസ്സ് വരെയും ഗ്യാരണ്ടി ആയിട്ട് ഇന്ന് തരുന്ന അതേ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ബാങ്ക് റേറ്റ് എത്ര കുറഞ്ഞാലും നിങ്ങളെ ബാധിക്കില്ല. ഇനി ഈ ഇതിൽ ആനിറ്റർ, അതായത് ചേർന്ന ആള് പെൻഷനർ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് 105% തിരിച്ചു കിട്ടും. അതായത് 10 ലക്ഷം രൂപ ഇട്ട ഒരാൾക്ക് 10,50,000 തിരിച്ചു കൊടുക്കും. 1 കോടി ഇട്ട ആൾക്കാണെങ്കിൽ 1,05,00,000 രൂപ ഫാമിലിക്ക് തിരിച്ചു കൊടുക്കും. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കി നോക്കാം. ഏകദേശം നമുക്കൊരു കണക്ക് നോക്കി ഒരു മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എത്ര രൂപ അടച്ചാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഉദാഹരണം 10 ലക്ഷം രൂപ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരു 50 വയസ്സുകാരനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. മിനിമം ഡെഫർമെൻറ്റ് പീരീഡ് 1 ഇയർ ആണ്. 1 വർഷം ശേഷമാണ് ഇതിൻ്റെ ഡെഫർമെൻറ്റ് പീരീഡ് കഴിഞ്ഞ് നമുക്ക് പെൻഷൻ കിട്ടുക. അതായത് ഇയർലി പെൻഷൻ ആണെങ്കിൽ നമുക്ക് 2 വർഷം ആകുമ്പോഴാണ് ഈ പെൻഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. മന്ത്ലി ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 1 വർഷം ഡെഫർമെൻറ്റ് പീരീഡ് എടുത്ത ഒരാൾ ഇയർലി പെൻഷനാണ് ഇയാൾ ഓപ്റ്റ് ചെയ്തെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഇയാൾ തിരിച്ച് കിട്ടുന്ന ഇയാൾക്ക് 67,800 രൂപയാണ് ഇദ്ദേഹത്തിന് 1 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടും. അതായത് 6.78% ഇൻട്രസ്റ്റ് ആണ് ഇദ്ദേഹത്തിന്. ഇത് ഗ്യാരണ്ടിയാണ്. ഇനി ഇദ്ദേഹത്തിന് 3 വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷനെങ്കിൽ, ഈ 10 ലക്ഷം ഇട്ട 50 വയസ്സുകാരന് 3 വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ മതിച്ചെങ്കിൽ അദ്ദേഹത്തിന് 78,700 രൂപ പെൻഷൻ കിട്ടും. അതായത് 7.87% ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് 3 വർഷം ഓൺവേർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. തന്നെ ഇത് 60 വയസ്സുകാരാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റേ 50 വയസ്സുകാരന് 67,000 രൂപ കിട്ടിയെങ്കിൽ ഇദ്ദേഹത്തിന് 68,800 രൂപ, അതായത് 68.8% ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. 60 വയസ്സുകാർ പ്രായം കൂടുന്നതും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇദ്ദേഹത്തിന് 3 വർഷം ശേഷം മതിയെങ്കിൽ, 60 വയസ്സുകാരന് 3 വർഷം ശേഷം പെൻഷൻ മതിയെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ 81,300 രൂപ, അതായത് 8.13% ഇൻട്രസ്റ്റ് ഗ്യാരണ്ടിയാണ്. ഇനി ഇതൊരു 70 വയസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം ഡെഫർമെൻറ്റ് പീരീഡ് എടുത്തെങ്കിൽ 69,800 രൂപയാണ് ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടുക. അതായത് 6.98% ഇൻട്രസ്റ്റ് ഇദ്ദേഹത്തിന് ഗ്യാരണ്ടിയാണ്. ഇനി ഇദ്ദേഹത്തിന് 3 വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ മതിയെങ്കിൽ 85,300 രൂപ, അതായത് 8.53% ഇൻട്രസ്റ്റ് ഇദ്ദേഹത്തിന് കിട്ടും. ഇത് 5 വർഷം വരെ നമുക്ക് ഡെഫർമെൻറ്റ് പീരീഡ് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ 90% ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന സാഹചര്യം 5 വർഷത്തിന് ശേഷം മതിയെങ്കിൽ കിട്ടും. അത് തുടങ്ങി കഴിഞ്ഞ് ഗ്യാരണ്ടി ആയിട്ട് ത്രൂ ലൈഫ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ 100 വയസ്സ് വരെ ഗ്യാരണ്ടി ഇൻകം കൊടുക്കുന്ന ഡെപ്പോസിറ്റ് സ്കീമുകൾ ഇന്ത്യയിൽ വളരെ റയറായിട്ടുള്ളൂ. എൻ്റെ അറിവനുസരിച്ച് LIC മാത്രമേ ഉള്ളൂ. അന്ന് അറിവ് മറ്റു സ്ഥാപനങ്ങളൊന്നും ലോങ് ടൈം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല. 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് മാക്സിമം ഡെപ്പോസിറ്റ് സ്വീകരിക്കുള്ളൂ. LIC 100 വയസ്സ് വരെയാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇനി ഇതിൽ മിനിമം ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞു 1.5 ലക്ഷം രൂപ. അപ്പോൾ നമുക്ക് മിനിമം ഇവിടെ പെൻഷൻ കൊടുക്കുന്നത് മിനിമം നമ്മൾ മാസം 1000 രൂപ, ഇയർലി 12,000 രൂപയാണ്. അതായത് സർക്കാർ നിയമം അനുസരിച്ച് മിനിമം 1000 രൂപയെങ്കിലും ഒരാൾക്ക് പെൻഷൻ കൊടുക്കണം നിയമം. അപ്പോൾ നമുക്ക് ഒരു ഇയർലി 12,000 കിട്ടുന്ന അതിൻ്റെ ഒരു കണക്ക് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ അയാൾ എത്രയാണ് 1000 രൂപ, അതായത് കൊല്ലത്തിൽ 12,000 രൂപ കിട്ടണമെങ്കിൽ അദ്ദേഹം എത്രയാണ് ഡെപ്പോസിറ്റ് നമുക്ക് നോക്കി നോക്കാം. 50 വയസ്സുകാരൻ കൊല്ലത്തിൽ 12,000 രൂപ വെച്ച് കിട്ടാനായിട്ട് 1 വർഷത്തെ ഡെഫർമെൻറ്റ് പീരീഡ് എടുക്കണമെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ട എമൗണ്ട് 1,95,000 രൂപയാണ് അദ്ദേഹം അടയ്ക്കേണ്ടത്.
ഒരു വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 12,000 വെച്ച് പെൻഷൻ കിട്ടാനായിട്ട് 1,90,618 രൂപയാണ് ഇദ്ദേഹം അടയ്ക്കേണ്ടത്. ഇനി ഇതിന് 3 വർഷത്തിന് ശേഷം പെൻഷൻ മതിയെങ്കിൽ 1,62,918 രൂപയാണ് ഇദ്ദേഹം അടയ്ക്കേണ്ടത്. ഇനി ഇതൊരു 60 വയസ്സുകാരനാണെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ടത് 1,89,681 രൂപയാണ് ഒരു വർഷം കഴിഞ്ഞ പെൻഷൻ കിട്ടാനായിട്ട് വേണം. ഇനി ഇത് 3 വർഷം ശേഷം മതിയെങ്കിൽ 1,63,000 രൂപയാണ് അദ്ദേഹം അടയ്ക്കേണ്ടത്. ഇനി ഇത് ഒരു 70 വയസ്സുകാരനാണെങ്കിൽ അദ്ദേഹം 3 വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ മതിയെങ്കിൽ അദ്ദേഹം 1,55,000 അടച്ചാൽ മതി. അതാണ് ഈ 1.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ ഒരു 5 വർഷം എടുക്കുന്ന ഒരാളാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു മിനിമം ഒരു പെൻഷനെങ്കിലും നമുക്ക് ഇല്ല എങ്കിൽ നമ്മുടെ ഭാവിയിൽ നമ്മുടെ പ്രായാധിക്യത്തിൽ നമുക്ക് മരുന്ന് വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം ഒരു മിനിമം ഒരു പെൻഷനെങ്കിലും നമ്മൾ വാങ്ങുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കുക. അതിന് നിങ്ങൾക്ക് എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ 1.5 ലക്ഷം ആണെങ്കിൽ 1.5 ലക്ഷം, 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം, 1 കോടിയാണെങ്കിൽ 1 കോടി, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും സ്ഥലവും നിങ്ങൾ വെച്ച് എനിക്കൊരു എൻ്റെ വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രീമിയം ചാർട്ട് ഞാൻ അയച്ചുതരാം. പരമാവധി നിങ്ങൾ വിളിക്കാതിരിക്കുക. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത് എടുക്കാൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് ആ സമയത്ത് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങളൊരു വോയിസ് ഇടുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ നിങ്ങൾ അതിൽ വോയിസിൽ പറയുക. അതോടൊപ്പം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് വോയിസ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് ഈ LICയുടെ പോളിസികളെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ച്, വാഹന ഇൻഷുറൻസിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.